ഹരി ഓം. എല്ലാ സഹോദരി സഹോദരന്മാർക്കും വിശ്വകുടുംബം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ചാനലിന്റെ പേര് വിശ്വകുടുംബം എന്നാണ്. വിശ്വകുടുംബം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ സർവ്വ ചരാചരങ്ങളും ചേർന്ന കുടുംബമാണ് വിശ്വകുടുംബം. ഈ വിശ്വകുടുംബത്തിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ എല്ലാം അന്തരാത്മാവിലിരിക്കുന്ന ഭഗവാനെ, അതായത് ഭഗവാൻ നാരായണനെ കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതിനായി വിഷ്ണു യോഗം എന്ന യോഗയിൽ കൂടി നമ്മൾ 3 കൂട്ടം കാര്യങ്ങൾ പഠിക്കുന്നത്. 3 അധ്യായമായിട്ട് നമുക്ക് അതിനെ കണക്കാക്കാം. ആദ്യത്തേത് ഭക്തി യോഗമാണ്, രണ്ടാമത്തെ കർമ്മയോഗമാണ്, മൂന്നാമത്തേത് ജ്ഞാനയോഗമാണ്. അപ്പം ഭക്തി യോഗത്തിൽ നമ്മൾ ഭക്തിയുടെ പ്രയോജനങ്ങളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഏതാണ്ട് 18 തരം പ്രയോജനങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് അതിൻ്റെ ബാക്കി വരുന്ന 8 കാര്യങ്ങൾ കൂടി പഠിക്കാം. 19ാമത്തെ പ്രയോജനം എന്ന് പറയുന്നത് നമ്മുടെ ഭക്തി ഉള്ളവർക്ക് നമ്മുടെ സകല ആഗ്രഹങ്ങൾ A to Z നമുക്ക് എന്തൊക്കെയോ ലൈഫിൽ ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം സാധിച്ചു കിട്ടും. എന്ന് പറഞ്ഞാൽ നമ്മളിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സാധിക്കുകയല്ല. ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അടിസ്ഥാന ഘടകമാണ്, നമ്മുടെ ജീവിതത്തിന്റെ ഒരു ബേസിക്കാണ്, അല്ലെങ്കിൽ ഒരു ബേസാണ് ഭക്തി. അപ്പൊ ഈ ഭക്തിയിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ റിസൾട്ട് കിട്ടുകയുള്ളൂ. കഴിഞ്ഞ 49 വർഷമായിട്ട് തുടർച്ചയായിട്ട് കർമ്മം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ എനിക്ക് ഇതുവരെ എന്തെല്ലാം ആഗ്രഹിച്ചുണ്ടോ ജീവിതത്തിൽ A to Z ഞാൻ വിചാരിച്ചിട്ട് നടക്കാത്ത ഒരൊറ്റ കാര്യങ്ങൾ ഈ ഭൂമിയിലില്ല. ഇനി സാധിക്കാൻ ഒരാഗ്രഹവും ബാക്കിയില്ലാത്ത ഒരാളാണ്. അപ്പം അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ വിചാരിച്ചാൽ, നമ്മൾക്ക് ഭക്തി ഉണ്ടെങ്കിൽ, നമ്മൾ ഈശ്വരന്റെ കൃപയോടുകൂടി നമ്മൾ കർമ്മം ചെയ്താൽ നമുക്ക് എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചെടുക്കാൻ പറ്റും. 20ാമത്തെ, ഭക്തി നമ്മെ നന്മയുടെ പാതയിലേക്ക് നടക്കാൻ പ്രേരിപ്പിക്കുന്നു. അത് ഭക്തിയുള്ളവനിൽ സത്യം ഉണ്ടാവും, ധർമ്മം ഉണ്ടാവും, പിന്നെ ഭൂതതയുണ്ടാവും, കാരുണ്യമുണ്ടാവും, എല്ലാവരോടും സ്നേഹം ഉണ്ടാവും, സമർപ്പണം ഉണ്ടാവും, സാഹോദര്യം ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ വരും. നമുക്ക് ചിട്ടയായ ഒരു ജീവിതം ഉണ്ടാവും. നമ്മളൊരു വെളുപ്പിനെ ഒരു 5 മണിക്കെങ്കിലും നമ്മൾ എണീക്കും, പ്രഭാത വന്ദനം ചെയ്യും, പ്രഭാത സ്നാനം ചെയ്യും, അതിനുശേഷം പ്രഭാത ഭക്ഷണം കഴിക്കുക, പിന്നെ അതുപോലെ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക, കൃത്യസമയത്ത് ഡ്യൂട്ടിക്ക് പോവുക, ഡ്യൂട്ടി ചെയ്യുക. അങ്ങനെ പിന്നെ ഈ സന്ധ്യയ്ക്ക് ഒരു സന്ധ്യാവന്ദനം നമ്മൾ ചെയ്യും. കിടക്കാൻ നേരത്ത് ഭഗവാനോട് നന്ദി പ്രകടിപ്പിച്ച് എന്നിട്ടതിന് ശേഷം നമ്മൾ കിടക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ചിട്ടയായ ഒരു സുന്ദരമായ ഒരു ജീവിതം നമ്മൾ കെട്ടിപ്പടുക്കും. അത് ഈ ഭക്തിയിൽ കൂടെ മാത്രം സാധിക്കുന്ന കാര്യമാണ്. അടുത്ത 21, ഭക്തിയുള്ളവന് ബുദ്ധിയും ഓർമ്മയും ശ്രദ്ധയും ഒക്കെ വളരെ നന്നായിരിക്കും. അപ്പൊ ഏതൊരു ഭക്തനും നല്ല ഓർമ്മശക്തി ഉണ്ടാവും, നല്ല ബുദ്ധിശക്തി ഉണ്ടാവും, ശ്രദ്ധയും ഉണ്ടാവും. അപ്പൊ ഇത് 3 കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഭക്തിയുള്ളവരാകണം. അല്ലാതെ നമ്മൾ കുറച്ച് ബൂസ്റ്റ് വാങ്ങിച്ച് കഴിച്ചുകൊണ്ടോ ഹോർലിക്സ് കഴിച്ചുകൊണ്ടോ അല്ലെ ഇതൊക്കെ വാങ്ങിച്ച് നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ട് അവരുടെ ബുദ്ധിയും ശ്രദ്ധയും ഒന്നും വളരാൻ പോകുന്നില്ല. ആ ബുദ്ധിയും ശ്രദ്ധയും ഓർമ്മയൊക്കെ കൊടുക്കുന്ന ഭഗവാനാണ്. ആ ഭഗവാൻ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ തൃപ്തിപ്പെടുത്തി പോകാൻ ആ കുഞ്ഞുങ്ങൾക്ക് ഓർമ്മയ കാലം തൊട്ട് എനിക്ക് തോന്നുന്നു ഞാനൊക്കെ പിച്ച വെച്ചില്ല, മുട്ടുകാലം നടക്കുന്ന സമയം തൊട്ട് എനിക്ക് ഭക്തിമാർഗമൊക്കെ എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും കാണിച്ചു തന്നതാണ്. അപ്പോൾ ആ ഒരു പ്രായത്തിൽ പിന്നെ കുഞ്ഞുങ്ങൾക്ക് 6 മാസമായാലും അവരെ കൊണ്ട് ഒരു വിളക്ക് കൊളുത്തിയാൽ കൈ തൊഴുതിച്ച് കാണിക്കാം, ഭഗവാനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാം, ഭഗവാനെ അമ്പൂറ്റിയാണ് മോനെ കൈ തൊഴ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കുക. അങ്ങനെ കുഞ്ഞുങ്ങളെ ശീലിപ്പിച്ചാൽ അവർക്ക് ഈ ബൂസ്റ്റിന്റെ ഹോർലിക്സിന്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ല. അടുത്ത 22, ഭക്തി മനഃശാന്തിക്ക് കാരണമാകുന്നു. ഭക്തിയുള്ളവന് മാത്രമേ മനസ്സമാനം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അവർ ആയുഷ്കാലം മുഴുവൻ ടെൻഷൻ അടിച്ച് ജീവിക്കാം. അപ്പം ടെൻഷൻ ഇല്ലെങ്കിൽ മനസ്സ് ഫ്രീ ആവും, മനസ്സ് ശാന്തമാവും, സമാധാനത്തോടെ ഇരിക്കുന്ന ഒരാൾക്ക് പൂർണ്ണ ആരോഗ്യം ഉണ്ടാകും, ഒരു അസുഖങ്ങളും കയറി പിടിക്കത്തില്ല. അതുപോലെ തന്നെ അവർക്ക് സൗന്ദര്യം വർദ്ധിക്കും. അവർക്ക് 60 ആയാലും അവർ 60 ആയാലും അവർ 16 നിൽക്കും. ഇനി 61 ആയാലും അവർ വീണ്ടും 6:1 എന്നുള്ള 1:6 ആവും. അത്രമാത്രം എനർജറ്റിക് ആയിരിക്കും അവർ. അതാണ് ഭക്തിയുടെ മറ്റൊരു ഗുണം. പിന്നെ അതുപോലെ ഭക്തി കൊണ്ട് അടുത്തൊരു വലിയൊരു പ്രയോജനം, ഷഡ്വൈരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും. ഷഡ്വൈരങ്ങൾ എന്ന് പറഞ്ഞാൽ 6 തരം വൈരങ്ങളാണ് സാധാരണ ഒരു മനുഷ്യനുള്ളത്. അതായത് കാമക്രോധ ലോഭമോഹ മത മാത്സര്യങ്ങൾ എന്നാണ്. ഈ കാമവും ക്രോധവും ലോഭവും മതവും മാത്സര്യം അത് എല്ലാവർക്കും ഉണ്ട്, എല്ലാ മനുഷ്യനും ഉണ്ട്. എല്ലാ അവതാരങ്ങളായ ശ്രീരാമനും ശ്രീകൃഷ്ണനും യേശുക്രിസ്തുവിനും ഇവർക്കൊക്കെ ഉണ്ട്. പിന്നെ ക്രോധമൊക്കെ എല്ലാവർക്കും വരാറുണ്ട്. ഓരോ സന്ദർഭം അനുസരിച്ച് എല്ലാവർക്കും ക്രോധം വരും. പക്ഷെ അതിനൊരു നിയന്ത്രണം ഉണ്ടാവും, അതിന് വിടാൻ പാടില്ല. എല്ലാവർക്കും വേണം, കുറച്ച് കാമം വേണം, കുറച്ച് ക്രോധം വേണം, കുറച്ച് മോഹം വേണം, മതം മാത്സര്യം ഇതൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യ ജീവിതം ആയാലും അവതാര ജീവിതം ആയാലും അതെന്താണ്? അത് വെറും ഒരു മരവാഴയുടെ ജീവിതമെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാം അല്പാൽപ്പം വേണം, പക്ഷെ ഇത് അതിര് കടക്കത്തില്ല. നമ്മൾ ഭക്തനാണെങ്കിൽ നമുക്കതിനെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് വരും. അപ്പൊ എല്ലാ ഷഡ്വൈരങ്ങളെല്ലാം അല്പാൽപ്പം എല്ലാവർക്കും ഉണ്ടായെങ്കിലേ പറ്റുള്ളൂ, എങ്കിലേ ജീവിതം സുന്ദരമാവുകയുള്ളൂ. അടുത്തത് ഭക്തിയിൽ കൂടി
ഏകത്വത്തിൽ നാനാത്വം എന്ന തത്വം നമ്മൾ പഠിക്കുന്നത്. ഏകത്വത്തിൽ നാനാത്വം എന്ന് പറഞ്ഞാൽ ഏകനായ ദൈവത്തിൽ നിന്നാണ് സകലതും ഉണ്ടായതെന്നുള്ളതാണ്. അതാണ് പഠിക്കാൻ എളുപ്പം. എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങിയതാണെന്ന്. ഇപ്പൊ A+B² എന്ന് പഠിപ്പിച്ചിട്ട് കണക്ക് ചെയ്യിച്ചാൽ കുട്ടികൾ പെട്ടെന്ന് പഠിക്കും. അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് 100 കണക്ക് ചെയ്യിച്ചേച്ച് പിന്നെ A+B² അവരെ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട്. എന്ന് പറഞ്ഞാൽ ഇന്ന് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ദൈവങ്ങളെ ആരാധിച്ചിരിക്കുന്ന ഇവരെ വീണ്ടും ഒരു ഏകദൈവത്തിൽ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. പ്രത്യേകിച്ച് ഹിന്ദു സമുദായത്തെ അങ്ങനെ കൊണ്ടുവരേ പറ്റുകയില്ല. കാരണം അവർക്കൊരു ഏകദൈവ സങ്കല്പമില്ല. സത്യത്തിൽ അത് അജ്ഞതയാണ്. നമ്മുടെ രാമായണവും ഭാഗവതവും ഭഗവത്ഗീതയും പഠിക്കുന്ന ഒരു ഏകദൈവത്തിൽ മാത്രം നിൽക്കും. അത് പഠിച്ചാൽ നമുക്കറിയാം ഏകനായിട്ട് ഒരു ഒറ്റ ദൈവമേ പ്രപഞ്ചത്തിലുണ്ട്. അത് ഭഗവാൻ നാരായണൻ തന്നെയാണെന്നുള്ള പൂർണ്ണ ബോധ്യം ഉണ്ടാവും. പക്ഷെ അതാരും പഠിക്കത്തില്ല. അപ്പോട്ടെ, അത് ഞാൻ ആ സബ്ജക്റ്റ് വിടുന്നു. അപ്പം ഒരു ഏകനായ ദൈവത്തിൽ ഒന്നിൽ നിന്നാണ് എല്ലാം ഉണ്ടാവുന്നത്. ഒന്നേന്ന് പറഞ്ഞ സംഖ്യ എന്ന് എണ്ണിയെങ്കിൽ നമുക്ക് 1 കോടി വരെ അല്ലെങ്കിൽ ഇൻഫിനിറ്റി വരെ നമുക്ക് എണ്ണാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഒന്നിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. അല്ലാതെ ഇൻഫിനിറ്റ് അല്ല കോടിയിൽ നിന്ന് നമുക്ക് പുറമോട്ട് എണ്ണി 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 ഒന്നിൽ വരിക എന്ന് പറഞ്ഞ് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഇന്ത്യയുടെ പ്രിൻസിപ്പിൾ തന്നെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ്. നാനാത്വത്തിൽ ഏകത്വമാണ്. ശരിക്കും അതല്ല വേണ്ടത്. ഏകത്വത്തിൽ നാനാത്വം എന്നുള്ള തത്വം നമ്മൾ പഠിക്കണം. അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്ക് ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. പിന്നെ അടുത്തത് 25-ാമത്തേത്, ഭക്തിയിൽ കൂടി കർമ്മം ചെയ്യാനുള്ള പ്രേരണ നമുക്ക് വരും. നമ്മൾ എന്ത് കർമ്മം, ഭക്തി ഉള്ളവനൊരു ഈ കർമ്മേ ചെയ്യത്തുള്ളൂ, ആ കർമ്മേ ചെയ്യത്തുള്ളൂ, ഞാൻ വൈറ്റ് കോളർ ജോബേ ചെയ്യത്തുള്ളൂ, അങ്ങനത്തെ ഉള്ള ഭേദഭാവം വരും. പക്ഷെ ഒരു ഭക്തൻ അങ്ങനെ വരില്ല. ഭക്തൻ ഏത് ജോലിയും ചെയ്യും. ഞാൻ തന്നെ പിന്നെ ഒരു BSc-B.Ed ടീച്ചറായിട്ട് ഞാൻ അതിന് മുന്നേ പിന്നെ ഗാർമെന്റ്സിലും ക്യാപ്സൂൾ കമ്പനി, പിന്നെ ക്ലിപ്പ് കമ്പനി, പൊട്ട് കമ്പനി, അങ്ങനെ പല കമ്പനികളിൽ ജോലി ചെയ്യേണ്ടി, റിസപ്ഷനിസ്റ്റായിട്ട് ജോലി ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ പല രീതിയിൽ നമുക്ക് ജോലി ചെയ്യേണ്ടി വന്നു. പക്ഷെ അത് നമുക്ക് ഒരു മടിയുമില്ല. അത് ജോലി ഇത് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു എൽഡർലി കെയർടേക്കറിന്റെ ജോബാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ടീച്ചർ ആയതുകൊണ്ട് എനിക്കിത് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ജീവിക്കണോ, നമുക്ക് തൊഴിൽ ചെയ്തെങ്കിലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഭക്തിയിൽ കൂടി കർമ്മം ചെയ്യാനുള്ള ഊർജം നമുക്ക് കിട്ടും. നമ്മൾ ഏത് കർമ്മവും മാന്യമായ അന്തസ്സോടും അഭിമാനത്തോടും കൂടി ചെയ്യാൻ പറ്റുന്ന ഏത് കർമ്മവും ചെയ്യാൻ ഒരു ഭക്തൻ തയ്യാറാവും. പക്ഷെ ഒരു ഭക്തി ഇല്ലാത്ത ഒരാൾക്ക് അത് സാധിക്കുന്നതല്ല. അവർക്ക് ഞാനെന്ന ഭാവമായിരിക്കും അവർ കൂടെ നിൽക്കുന്നത്. അവർ ഞാനോ ഒന്നും ചെയ്യില്ല, എന്നെ കൊണ്ട് അത് പറ്റില്ല എന്നുള്ള ഞാനെന്ന ഭാവം. അപ്പം ഭക്തൻ ഒരിക്കലും ഞാനെന്ന ഭാവം ഉണ്ടാവത്തില്ല. അതുകൊണ്ട് ഏത് കർമ്മവും ചെയ്യാൻ, ഏത് മാന്യമായ ഏത് കർമ്മവും ചെയ്യാൻ ഭക്തൻ തയ്യാറാവും. അടുത്തത് ഏറ്റവും ലാസ്റ്റിലത്തെ, ഭക്തിയിൽ കൂടി ആത്മജ്ഞാനം ലഭിക്കും. നമ്മളും ഭഗവാനും ഒന്നാണെന്നുള്ള ബോധം വരും. നമ്മളിൽ ഇരിക്കുന്ന ഈശ്വരനാണ് ഈ സകല ചരാചരത്തിൽ ഇരിക്കുന്നുള്ള ബോധം നമുക്കുണ്ടാവും. ആത്മബോധം, ഈശ്വര ദർശനവും നമുക്ക് കിട്ടണമെങ്കിൽ ഭക്തി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. നമ്മൾ ഭഗവാനെ കണ്ടെത്തും ഭക്തിയിൽ കൂടി, അതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ആത്മബോധം ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഭക്തി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. എന്നിലിരിക്കുന്ന ചൈതന്യവും നിങ്ങളിരിക്കുന്ന ചൈതന്യവും സൂര്യനിലും ചന്ദ്രനിലും ഓരോ ചരാചരത്തിലും മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ഓരോ സസ്യത്തിലും ഈ ഭൂമിയിലുള്ള 1000 കോടി മനുഷ്യരിലും ഇവിടെയുള്ള കോടാനുകോടി ജന്തുക്കളിൽ ഇരിക്കുന്ന ഊർജ്ജം ഒന്ന് തന്നെയാണ്. ഒരേ ചൈതന്യമാണ് എല്ലാത്തിലും ഇരിക്കുന്നത്. ഒരേ ജീവനാണെന്നുള്ള ബോധം ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഭക്തി വേണം. അതിനെയാണ് നമ്മൾ ആത്മജ്ഞാനം എന്ന് പറയുന്നത്. ഈ ഒരു ജ്ഞാനം എല്ലാവരിലും ഉണ്ടാക്കിയെടുക്കുകയാണ് എൻ്റെ ലക്ഷ്യം. ഇത് നമ്മളെല്ലാവരും ഈ ഒരു സത്യം തിരിച്ചറിയണം. നന്ദി, നമസ്കാരം. ജയ് വിശ്വഗുരു ശ്രീ ഹരി വിഷ്ണു. ജയ് വിശ്വമാത ഭൂമിദേവി.